ബേപ്പൂരിലെ വൈലാലിൽ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പൂമംഗലം UP സ്കൂളിലെ മലയാളം സെക്കൻഡ് പാഠപുസ്തകത്തിൽ പഠിച്ച പാത്തുമ്മയുടെ ആട് വായിച്ച ഓർമ്മകളായിരുന്നു മനസ്സ് നിറയെ. എന്നെപ്പോലെ എത്രയെത്ര മലയാളികളെ വായനയുടെ ലോകത്തേക്ക് ബഷീറിൻ സാഹിത്യം കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകാമെന്ന ചിന്തയും. മാംഗോസ്റ്റിൻ മരച്ചുവട്ടിലെത്തിയപ്പോൾ വട്ടക്കണ്ണടയും ധരിച്ച് ചാരുകസേരയിൽ അതിന്റെ ചോട്ടിലിരുന്ന SK പൊറ്റക്കാടിനെ പോലുള്ള സമകാലീന സാഹിത്യകാരന്മാരോട് വായനാനുഭവം ചർച്ച ചെയ്യുന്ന ബഷീറിനെയാണ് ഓർമ്മ വന്നത്. ബഷീറിന്റെ ഗന്ധം ഇപ്പോഴും വൈലാലിൽ വീടിന് തഴുകിയെത്തുന്ന കാറ്റിനുണ്ടെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. ടാറ്റയാണ് എന്നിൽ വായനയുടെ ലഹരി പടർത്തിയത് എന്ന് മകൻ അനീസ് ബഷീർ മുൻപൊരിക്കൽ പറഞ്ഞതാണ് അപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയത്. വായനയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ബഷീർ ഒരു ദിവസം 8 ദിനപത്രങ്ങൾ വരെ വീട്ടിൽ വരുത്തിച്ച് വായിക്കുമായിരുന്ന ബഷീർ മലയാളിക്ക് വിദേശ പുസ്തകങ്ങൾ സുപരിചിതമല്ലാത്ത 60 വർഷം മുൻപ് ജീൻ ക്രിസ്റ്റോഫും സാൻ മിഷേലിനെയും വായിക്കാൻ MT വാസുദേവൻ നായരെ പ്രേരിപ്പിച്ച ബഷീർ. ആ ബഷീറിനെ കണ്ടായിരിക്കണം മകൻ അനീസ് ബഷീറും നല്ലൊരു വായനക്കാരനായത്. അതേക്കുറിച്ച് അനീസ് ബഷീർ തന്നെ പറയട്ടെ. കുട്ടിക്കാലത്ത് പത്രം വായിച്ച് തുടങ്ങിയിട്ടാണ് ഞാൻ വായനയിലേക്ക് വരുന്നത്. ഇവിടെ ടാറ്റ, എൻ്റെ ഉപ്പ, ഞാൻ ഉപ്പയെ വിളിക്കാറ് ടാറ്റയ്ക്ക് വേണ്ടി ഒരു 8ഓളം ദിനപത്രങ്ങൾ ദിവസവും അന്ന് വരെയായിരുന്നു. മാതൃഭൂമി, മലയാളം, മനോരമ, ദേശാഭിമാനി, എനിക്ക് തോന്നുന്നു കേരള കൗമുദി, മംഗളം, അങ്ങനെ 8ഓളം ദിനപത്രങ്ങൾ. ഇതെല്ലാം വായിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ടാറ്റ എഴുന്നേൽക്കാറ്. ടാറ്റ കുറച്ച് വൈകിട്ടാണ് എഴുന്നേൽക്കാറ്. ടാറ്റ എണീറ്റാൽ ഉള്ള ടാറ്റയുടെയും സ്വഭാവം തന്നെയാണ് വായന. അത് കണ്ടാൽ ഞാനും വായിച്ച് തുടങ്ങിയത്. അങ്ങനെ പ്രത്യേകിച്ചിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം വായിച്ച് തുടങ്ങുന്നത് കണ്ടിട്ടാണ്, അദ്ദേഹം വായിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ടാറ്റ ജീവിച്ചിരിക്കുന്ന കാലത്ത് വൈലാലിൽ വീട്ടിൽ വരുന്ന എല്ലാ സാഹിത്യകാരന്മാരും അവരുടെ ഒരു പുസ്തകമെങ്കിലും വീട്ടിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 1000ഓളം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി കൂടിയാണ് ഈ വീട്. വായന ഒരു ലഹരിയായി പടർന്നു കയറിയതിനാലാണ് താൻ ഒരു സിഗരറ്റിൽ പോലും മറ്റ് ലഹരി തേടി പോകാതിരുന്നതെന്ന് അനീസ് ബഷീർ പറയുന്നു. 60 കൊല്ലം മുമ്പ് വാസു, നീ ജീൻ ക്രിസ്റ്റോഫ് വായിക്കണം, സാൻ മിഷേലിൻ്റെ കഥകൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നതായിട്ട് അദ്ദേഹം എഴുതിയായിട്ട് അറിയുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലെ തന്നെ പുസ്തകങ്ങളിലേക്ക് എന്നെയും പറയാതെ പറഞ്ഞു കൊണ്ടുവന്നതാണ് അദ്ദേഹം. വളരെയധികം പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ പുസ്തകങ്ങളും മറ്റ് കഥാകൃത്തുക്കളുടെ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഒരു ലൈബ്രറി, ചെറുതല്ല, ഒരു 1000 പുസ്തകങ്ങളോളം 1000 ടൈറ്റിലോളം വരുന്ന ലൈബ്രറി തന്നെ എൻ്റെ ഈ വീട് ഒരു ലൈബ്രറി തന്നെ ആക്കി മാറ്റാവുന്ന രീതിയിലുള്ള ഒരു വീടാണിത്. വൈലാലിലെ വീട്ടുപറമ്പിൽ ഒരു കുഞ്ഞു പ്ലാവ് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് ഒരു ചിന്തയാണ്. പാത്തുമ്മയുടെ ആട് ഇന്നായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ, അത് ബേപ്പൂരിലെ ഈ വീട്ടിലായിരുന്നെങ്കിൽ അതിലെ പ്ലാവില തിന്നാൻ ഓടിയെത്തുമായിരുന്നു എന്ന ചിന്ത. സാറാമ്മയോടുള്ള തൻ്റെ കലശലായ പ്രേമം അറിയിക്കാനായി അവർക്ക് കത്തെഴുതുന്ന കേശവൻ നായരുടെ ഹൃദയവികാരം പങ്കുവച്ച പ്രേമലേഖനം ദിവാൻ CP രാമസ്വാമി അയ്യർ 1944 നിരോധിച്ചത് ആ പുസ്തകം വായിക്കാതെയായിരുന്നിരിക്കണം. സകല ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് മലയാളി പഠിച്ചത് ഭൂമിയുടെ അവകാശികളെന്ന കൃതി വായിച്ചിട്ടായിരിക്കണം. വിശ്വവിഖ്യാതമായ മൂക്ക്, ആനവാരിയും പൊൻകുരിശും, മതിലുകൾ, നുപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു, അങ്ങനെ വായനയ്ക്ക് വലിയൊരു അനുഭൂതിയുണ്ട് എന്ന് പഠിപ്പിച്ച എത്രയെത്ര ബഷീറിയൻ കൃതികൾ. മജീദിന്റെയും സുഹറയുടെയും ഓർമ്മകളിലൂടെ മലയാളിയുടെ ഗ്രഹാതുരത ഉണർത്തിയ ബാല്യകാല സഖി. അല്ലെങ്കിലും പറഞ്ഞാലൊന്നും തീരില്ലല്ലോ ബഷീർ എന്ന ഇതിഹാസം തൻ്റെ സർഗാത്മക രചനകളിലൂടെ മലയാളിക്ക് സമ്മാനിച്ച വായനയുടെ സുഖം. കടുകട്ടിയല്ലാത്ത ഭാഷയിലൂടെ ലളിതമായി രചന ആവിഷ്കാരം നടത്തി മലയാളിയുടെ ഹൃദയത്തിലേക്ക് പടർന്നു കയറി ബഷീറിയൻ കഥാപാത്രങ്ങൾ വളർത്തിയത് വായനയെ കൂടിയാണ്. വായനയുടെ വളർത്തച്ഛനായ PN പണിക്കർ എന്ന വലിയ അക്ഷരസ്നേഹി ഒരുപക്ഷെ ബഷീറിനെ ഓർത്ത് അഭിമാനിച്ചത് ഈ ഒരു കാര്യത്തിലുമായിരുന്നിരിക്കാം. ഒരുപാട് മലയാളികളെ വായിക്കാൻ പ്രേരിപ്പിച്ച കൃതികൾ സമ്മാനിച്ച എഴുത്തുകാരനാണ് ബഷീർ എന്നതിലുള്ള വലിയ അഭിമാനം. കുട്ടിക്കാലത്ത് എൻ്റെ വായനയെ ഏറ്റവും മധുരമാക്കിയത് ബഷീറിൻ്റെ കൃതികളായിരുന്നു. എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല ഇത്, ഓരോ മലയാളിയുടെയും അനുഭവം ഇത് തന്നെയാണ്. മലയാളിക്ക്
അത്രമേൽ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ്റെ കൃതികളും മറ്റ് കൃതികളും വായിച്ച് നമുക്ക് വായനയെ വളർത്താം. വായന വളരട്ടെ, ഒപ്പം വായനയിലൂടെ നമുക്കും വളരാം. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.